അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ആരാ ബിബിൻ ആരാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. എനിക്ക് മേ ബി എനിക്കൊന്ന് അപ്പോഴാണ് ബിബിൻ എന്ന് പറഞ്ഞ സാധനം എന്റെ തലയിൽ കയറുന്നത്. ആരാ ചെയ്യുന്നത് ഞാൻ ചോദിച്ചു. ഒറ്റയ്ക്ക് ഒരു സ്ത്രീ വളർത്തിയ, ആ സ്ത്രീ അല്ലാതെ അയാൾക്ക് വേറെ ആരുമായിട്ടൊരു ബന്ധവും അടുപ്പില്ല, അയാൾക്ക് സുഹൃത്തുക്കളില്ല, അയാൾക്ക് ബന്ധുക്കളില്ല. അപ്പൊ ഞാനത് നജീമിക്കോട് പറഞ്ഞപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഇത് മലയാളത്തിൽ ആരോട് പറഞ്ഞാലും ആരും വേണം ചെയ്യും ഈ ക്യാരക്ടർ. അത്രയ്ക്ക് രസമായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ അത്രയും ഡീറ്റെയിലിങ് ആ ക്യാരക്ടറിനുണ്ട്. അപ്പം നജീമിക്ക് ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ വെബ് സീരീസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല. അവർ ഫേസ് ചെയ്ത കാര്യങ്ങൾ ആ സമയത്ത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. അതായത് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് ഔട്ടാണ്, നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് പുറത്താണ്. നിങ്ങളെ എങ്ങനെ പുറത്താക്കണമെന്ന് നോക്കിയിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ. എങ്ങനെ നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തു പോകും. പുള്ളി എന്നിട്ട് പറയുകയും ചെയ്തു, മലയാളത്തിൽ നല്ല നടിമാരിലായിട്ടല്ല, ഗംഭീര ആർട്ടിസ്റ്റുകളിലൂടെ ഉണ്ട്. ഹലോ സഞ്ജു, വെൽക്കം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്, 1000+ ബേബീസ് ഇപ്പോൾ വളരെയധികം സക്സസ്ഫുൾ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. സഞ്ജുവിൻ്റെ ക്യാരക്ടറിന് ഒരുപാട് അപ്രീസിയേഷൻസ് വരുന്നുണ്ട്. സഞ്ജുവിന് നമ്മൾ ഇതുവരെ അങ്ങനെ എനിക്കൊന്ന് റോഷാക്കിലൊരു ഗ്രേ ഷെയ്ഡ് റോൾ ഉണ്ടായിരുന്നു. ഇതിൽ കുറേ കൂടെ എക്സ്ട്രീം ആയിട്ടുള്ള വളരെ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡ് എന്ന് തന്നെ പറയാം, ക്യാരക്ടറിനെ പ്ലേ ചെയ്തിരിക്കുകയാണ്. നമ്മൾ സഞ്ജുവിനെ യൂഷ്വലി കണ്ടതിൽ നിന്നും ഭയങ്കര വ്യത്യാസമായിട്ടുള്ളൊരു റോളാണ്. ഇതിൽ ഈ സീരീസിനെ ഡ്രൈവ് ചെയ്യുന്ന തന്നെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ടുള്ളൊരു റോളാണ്. എങ്ങനെയായിരുന്നു ഈ ബിബിൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഒരു സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യാനുള്ളൊരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ബിബിൻ്റെ സൈക്കിളിലേക്ക് ആക്ച്വലി എൻ്റർ ചെയ്യുന്നത് സ്റ്റോറി നറേറ്റ് ചെയ്യുന്നത്, പക്ഷെ എനിക്ക് വേണ്ടിയിട്ടല്ല നറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വേറൊരു ക്യാരക്ടറായിരുന്നു പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ ചോദിച്ചു. അപ്പോൾ എൻ്റെ ആ പറഞ്ഞ ക്യാരക്ടർ തന്നെ നജീമിക്ക് ഒരു 1.5 മണിക്കൂർ എടുത്തിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നജീമിക്ക എത്ര ദിവസം ഷൂട്ട് ഉണ്ടാകുന്ന ചോദിച്ചു. അപ്പോൾ ഏട്ടാ ഒരു 6 ദിവസം. 6 ദിവസത്തെ പരിപാടി പറയുമ്പോഴത്തേക്ക് പക്ഷേ ഞാൻ അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഡീറ്റെയിൽ ഉണ്ടായി. അപ്പോൾ ഞാൻ അത് ഭയങ്കര നമ്മൾ ചെയ്യുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഇത് കഴിഞ്ഞു. അത് കഴിഞ്ഞൊരു 2 ദിവസം കഴിയുമ്പോൾ പുള്ളി വിളിച്ചപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചു, എന്താണ് നമ്മുടെ എന്താണ് പരിപാടി എന്താണെന്ന് ചോദിച്ചു. ആദ്യം ക്യാരക്ടറിനെ മാത്രമേ പറഞ്ഞു. അപ്പം ഞാൻ അത് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് കഥ പറഞ്ഞു. ഈ കഥ പറഞ്ഞപ്പോൾ കഥ ഭയങ്കര ഷോക്കും ഭയങ്കര ഒരു ഡിസ്റ്റർബിങ് ആയിരുന്നു സംഭവം. അപ്പം ഞാൻ ചോദിച്ചു ഇത് ആരാ ബിബിൻ ആരാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. എനിക്ക് മേ ബി എനിക്കൊന്ന് അപ്പോഴാണ് ബിബിൻ എന്ന് പറഞ്ഞ സാധനം എൻ്റെ തലയിൽ കയറുന്നത്. ആരാ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അത് പറഞ്ഞിടാതെ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ ആസ് യൂഷ്വൽ ഒരു പരിപാടിയിലെങ്കിൽ നടക്കുന്നു, നമ്മൾ പലരെയും ചിന്തിച്ച് നോക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാണ് നജീബിക്ക് എന്നോട് ചോദിക്കുന്നത്, നീ അത് ചെയ്യുന്നോ? അതൊരു പക്ഷേ നജീബിക്ക് ഞാൻ കാണിച്ച എക്സൈറ്റ്മെന്റ് ആയിരിക്കാം പുള്ളിക്ക് അങ്ങനെ തോന്നലുണ്ടാക്കി. അതല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എന്നേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് തോന്നുന്നുണ്ടായിരിക്കും. ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഞാനോ എന്ന് ചോദിച്ചു. പക്ഷെ ബിബിൻ ഈ പറയുന്ന പോലെ ബിബിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ എനിക്ക് ബിബിൻ ഒരുപാട് ഇൻപുട്സ് ആ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ട് ആക്ച്വലി, ടു ബി ഫ്രാങ്ക്. അപ്പം ബിബിൻ്റെ സാഹചര്യങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കിയപ്പം ആൾക്കാർ അത് കണ്ടിട്ട് പറയുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. ആ ഫീഡ്ബാക്കിൽ തന്നെ ഉണ്ട് ബിബിൻ്റെ ട്രേറ്റ്സ് എന്തൊക്കെയാണ്. അതായത് ഒറ്റയ്ക്ക് ഒരു സ്ത്രീ വളർത്തിയ, ആ സ്ത്രീ അല്ലാതെ അയാൾക്ക് വേറെ ആരുമായിട്ടൊരു ബന്ധവും അടുപ്പില്ല, അയാൾക്ക് സുഹൃത്തുക്കളില്ല, അയാൾക്ക് ബന്ധുക്കളില്ല, അയൽക്കാരുമായിട്ട് യാതൊരു ഇതുമില്ല. അയാളുടെ ലോകം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ മാത്രമാണ്. അപ്പം ഇവർ പറയുന്നതാണ് അവൻ്റെ സന്തോഷം. എന്നാൽ ഈ പറയുമ്പോൾ ഇവന് വേണ്ടതെല്ലാം ആ സ്ത്രീ കൊടുക്കുന്നുണ്ട്. അതായത് ആ വീട്ടിലെ രാജാവാണ് എന്ന് അയാൾക്ക് തോന്നുന്ന പോലത്തെ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പം അയാൾ പറയുന്ന ഇപ്പോൾ ആ പ്രായത്തിൽ ഒരാൾക്ക് വേണ്ടത് ഇപ്പോൾ ചിലപ്പോൾ ഒരു ബൈക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതൊരു 150cc ബൈക്കാണ്. ആ സമയത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ബൈക്കാണ് ആ ഒരു പ്രായക്കാരന്. ഫോണുണ്ട്, ക്യാമറയൊക്കെ ഉള്ള ഫോണുണ്ട്, പുതിയ ഫോൺ വാങ്ങിച്ചത്. അപ്പം ഇതെല്ലാം അവൻ്റെ നീഡ്സ് എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ സാറാമ്മച്ചിയുടെ പല പ്രിൻസിപ്പിൾസും ഉണ്ട്. അതായത് നമ്മുടെ സന്തോഷം നമുക്ക് മാത്രമുള്ളതാണ്, എന്തിനാണ് മറ്റുള്ളവർക്ക് വെറുതെ കൊടുക്കുന്നത്, മറ്റുള്ളവർക്ക് കൂടെ പങ്കിടുന്നതിൻ്റെ ആവശ്യം എന്താ എന്ന് ചോദിക്കുന്ന സാധനത്തിനെ അവർ ജസ്റ്റിഫൈ ചെയ്യുന്നത് ഇങ്ങനത്തെ പല കാര്യങ്ങളിലൂടെയാണ്. അപ്പോൾ അതിലൂടെ വളർന്നു വന്ന ഒരാളാണ്. ഇപ്പോൾ സ്കൂളിൽ നിന്ന് പള്ളിയിൽ അച്ഛൻ വന്നിട്ട് ചോദിക്കുകയാണ്, ഇപ്പം ഇവനെ മെഡിസിന് വിടണം എന്ന് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞിട്ടാണോ ഞാനിവനെ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റേ ചോദിക്കുന്ന ചോദ്യം ഭയങ്കര വാലിഡ് ആണ് ബിബിനെ സംബന്ധിച്ചത്. അതെല്ലാം ബിബിൻ കേൾക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ ട്രേറ്റ്സ് അതിൽ തന്നെയുണ്ട്. പിന്നെ സാറാമ്മച്ചിയുടെ ബിഹേവിയർ പാറ്റേൺ, സാറാമ്മച്ചി കരയുന്ന പോലെ അല്ലെങ്കിൽ സാറാമ്മച്ചി നെർവസ്നെസ് കാണിക്കുന്നത്. ഇപ്പം അപ്പം അതിനകത്ത് പല ബോഡി ലാംഗ്വേജ് ഈ സ്ത്രീകൾ പലപ്പോഴും പേടിക്കുമ്പോൾ ലൈക്ക് അവർ കൈ ഉപയോഗിച്ച് ഭയങ്കരമായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഷേക്കി ആയിട്ട്. അപ്പം അതൊക്കെ
അത് ബിബിൻ ഒരുപക്ഷെ ബിബിൻ അങ്ങനെ ആയിരിക്കും, കാരണം ബിക്കോസ് അയാൾ ഇവരെ മാത്രമേ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഇൻപുട്സ് എല്ലാം അതിലുണ്ടായിരുന്നു. അപ്പൊ അതെനിക്ക് ഭയങ്കര സഹായകരമായിരുന്നു. ആൻഡ് ഓൾസോ നജീംക്കയുടെ കോൺട്രിബ്യൂഷൻ, കാരണം ഈ നാല് ഫേസും വളരെ വ്യത്യസ്തമായിരിക്കണം എന്നുള്ളത്. പല പല ലുക്കിലും അപ്പിയറൻസിലും പല പല ബോഡി ലാംഗ്വേജിലും ഒക്കെയാണ് പല പല പേഴ്സണാലിറ്റീസ് ആണ് ഇതിൽ. അതെ, അപ്പോൾ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഫേസ് ആണ് ആ ഫസ്റ്റ് ബിബിൻ എന്ന് പറയുന്നത്. കാരണം അതൊന്നും എപ്പോഴും നമുക്ക് ലൈഫിൽ പ്ലേ ചെയ്യാൻ കിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ കഥാപാത്രങ്ങളുണ്ടെങ്കിൽ ഒരു സിനിമയിലാണെങ്കിൽ ആ ഒരു ഫേസ് ചിലപ്പോൾ ഒരു 5-8 മിനിറ്റിനപ്പുറത്തേക്ക് ആ ഒരു ഫേസ് പോവില്ല. അതിൽ നിന്ന് നമ്മൾ മറ്റൊരു ഇതിലേക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സിനിമയുടെ ഫ്ലാഷ് ബാക്കിലായിരിക്കും ആ ഒരു സാധനം വരുന്നത്. ഇതെനിക്കൊരു ഫുൾ ഒരു വലിയൊരു ഏരിയ പ്ലേ ചെയ്യാൻ നമുക്ക് കിട്ടുക. അപ്പം അത് വർക്ക് ചെയ്യാൻ കുറേ ഉണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു എനിക്ക് അതിനകത്തൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പം ഇത് ഓൾറെഡി നമുക്ക് ഇതിനകത്തുണ്ട് ഉള്ളതുകൊണ്ട് ഇപ്പം ഇപ്പം നമ്മൾ ഒരു ക്യാരക്ടർ എഴുതുന്ന സമയത്ത് അവർക്ക് ഇങ്ങനത്തെ ട്രേറ്റ്സ് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ആക്ടേഴ്സിന് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. എനിക്ക് ഇപ്പം ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനകത്ത് നിന്ന് എന്ത് വേണേലും എനിക്ക് പിക്ക് ചെയ്യാന്നുള്ളത്. അപ്പൊ ആ ഡീറ്റെയിലിംഗ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. എനിക്കൊന്ന് ഏതൊരു ആക്ടറും ചിലപ്പോൾ നോക്കുന്നതായിരിക്കും. അപ്പൊ ഞാനത് നജീമിക്കോട് പറഞ്ഞപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഇത് മലയാളത്തിൽ ആരോട് പറഞ്ഞാലും ആരും ഒന്നും ചെയ്യും ഈ ക്യാരക്ടർ. അത്രയ്ക്ക് രസമായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ അത്രയും ഡീറ്റെയിലിംഗ് ആ ക്യാരക്ടറിനുണ്ടെങ്കിൽ. ഇപ്പൊ അതിൽ തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പല ഫേസിലൂടെ പോകുന്നുള്ളൂ. അപ്പോഴും ഈ പഴയ ബിബിനെ അതിൻ്റെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ ടാസ്ക് ആണല്ലോ. ഇപ്പൊ ബാംഗ്ലൂർ പോകുന്നൊരു എപ്പിസോഡ് അല്ലെ പാലക്കാടുള്ള വേറൊരു മതം മാറുന്നുണ്ട്, പല പല രീതിയിലാണ് വരുന്നത്. ഇതിലെല്ലാം പഴയ ബിബിന്റെ ഗ്ലിംസസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എത്രത്തോളം ഡിഫിക്കൽട്ടാണ്? ഇത് ഇപ്പം നമ്മൾ തുടക്കം മുതൽ ഞാൻ ഫസ്റ്റ് അതിന്റെ സ്ക്രിപ്റ്റ് ഒരു തവണ ജസ്റ്റ് വായിച്ചിട്ട് നമ്മൾ വീണ്ടും വായിക്കണമെന്നാണല്ലോ. പക്ഷെ അത് ഞാൻ നജീമിക്ക് എന്നോട് പറഞ്ഞത്, നീ അത് വായിക്കണ്ട, കാരണം നമ്മൾ ഓരോ ഫേസും ഓരോ ലുക്ക് ആയതുകൊണ്ട് ഓരോ ഫേസും ഡിഫറെന്റ് പല പല സമയത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഓർഡറിലാണോ പോയത് അതോ? ഓർഡറിലല്ല. നമ്മൾ തുടങ്ങുന്നത് ഈ ഹർഷനിലാണ്. ഹർഷനിൽ ഒരു ദിവസം ഷൂട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 ദിവസം നൈസാമിലായിട്ട് ഷൂട്ട് ചെയ്തു. വീണ്ടും ഹർഷനിലേക്ക് പോയി. അവിടുന്ന് പിന്നെ നമ്മൾ നൈസാമലയിലേക്ക് വന്നു. അന്നേരം പിന്നെ ഷൂട്ട് നടന്നില്ല. അവിടുന്ന് പിന്നെ നമ്മൾ വീണ്ടും ആദ്യത്തെ ബിബിനിലേക്ക് പോയി. അങ്ങനെ ആകെ മിക്സ് ആയിപ്പോയി. ബിക്കോസ് ഒന്ന് നീനാജിയുടെ ഡേറ്റ്സ് കാരണം, പിന്നെ മഴ, അപ്പൊ ഇത് കൊണ്ട് ആകെ കുഴഞ്ഞു. അപ്പൊ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിന്റെ ഇടയിൽ കൂടെ വലിയൊരു ടാസ്ക് അല്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് പേഴ്സണലി എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഇൻ ടോട്ടൽ നോക്കുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇതിന് ഇത്രയും വേരിയേഷൻ. പക്ഷെ ഞാനത് ഒരു 4 കഥാപാത്രങ്ങളായിട്ട് അപ്രോച്ച് ചെയ്യാം വിത്ത് ട്രേസ് ഓഫ് ബിബിൻ ഇൻ ഇറ്റ്. അപ്പം ബിബിന്റെ ഒരു ട്രേസ് വരുന്നത് അത് എല്ലായിടത്തും വേണ്ടി വരുന്നില്ല. കാരണം ബിബിൻ അല്ലാതിരിക്കുക എന്നതാണ് ആ കഥാപാത്രം. അവരെ ഹർഷനും നൈസാമലിയും ഒക്കെ ശ്രമിക്കുന്നത് ബിബിൻ അല്ലാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ വരുന്ന ബിബിൻ ട്രാൻസ്ഫോംഡ് ബിബിനാണ് ലാസ്റ്റിൽ വരുന്നത്. അപ്പൊ ഇതിനകത്തെല്ലാം ഒരു ബിബിന്റെ ട്രേറ്റ് വന്നു കഴിഞ്ഞാൽ, ഒരു ബ്ലെൻഡ് വന്നു കഴിഞ്ഞാൽ അത് അത് കറക്റ്റ് ആവുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ നമ്മൾ അങ്ങനത്തെ ഷോട്ട്സുകൾ, അതായത് ബിബിന്റെ കൈൻഡ് ഓഫ് ഷോട്ട്സ്, ബിബിന്റെ ഒരു ദേഷ്യമോ അല്ലെങ്കിൽ ബിബിന്റെ കണ്ണിങ്നെസ്സോ ഒക്കെ വരുന്ന ഷോട്ടുകൾ നമ്മൾ പ്രത്യേകം നമ്മൾ സമയമെടുത്താണ് ചെയ്തിരുന്നത്. അപ്പം എനിക്കിപ്പോഴും ഓർമ്മ, നമ്മൾ സെറ്റിൽ എനിക്കൊന്നും പലർക്കും കഥ അറിയില്ല, പലർക്കും ടോട്ടൽ അറിയില്ല. അവരുടെ ഫേസ് അറിയാമെന്നല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ആർക്കും അറിയില്ല. എന്തിനാണ് കൊല്ലപ്പെടുന്നതെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ പറയും, ഈ എപ്പിസോഡ് ആയിരിക്കുന്ന 6ാമത്തെ എപ്പിസോഡിലാണ് ഇയാളുടെ ആ ഒരു മറ്റൊരു ഫേസ് എല്ലാ സ്ഥലത്തെയും റിവീൽ ചെയ്യുന്നത്. അതിന് എഫ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ പറയും, നമുക്കിനി എഫ് എടുക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനൊരു കുറച്ച് സമയം എടുത്തിട്ടാണ് നമ്മൾ അതിലേക്ക് കടന്നുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്കത് ഭയങ്കര വർക്കായി. കാരണം ഇപ്പം നമ്മൾ പലപ്പോഴും സ്ക്രിപ്റ്റ് നമ്മൾ ചിലപ്പോൾ എല്ലാം അറിഞ്ഞറിഞ്ഞ് പോകുന്നതിനേക്കാളും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സമയത്തിനനുസരിച്ച് അറിഞ്ഞാൽ മതി. ഇപ്പൊ റിവീൽ ചെയ്യുന്ന കാര്യം, ഇപ്പം എനിക്കിപ്പോ നാളെ എന്താ നടക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്കറിയാം നാളെ എന്താ നടക്കാൻ പോകുന്നത്, നാളത്തെ കഥാപാത്രം ഈ കഥാപാത്രം നാളെ എന്ത് ചെയ്യാമെന്നും മറ്റൊന്ന് എന്ത് ചെയ്യാമെന്നും നമുക്കറിയാം. അപ്പൊ എനിക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് ആക്ടേഴ്സിനോട് പറഞ്ഞു കൊടുത്ത അവരുടെ ഏരിയ മാത്രമാണ്. അവരെന്തിന് കൊല്ലപ്പെടുന്നു എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് എന്ത് പറ്റിയെന്ന് പറയുന്നില്ല. അപ്പൊ അതറിയേണ്ട ആവശ്യവും ഒരു പക്ഷേ ആക്ടറിനില്ല. അവര് അതിനനുസരിച്ചിട്ട് ഇങ്ങനെ പോയാൽ റിയാക്ട് ചെയ്താൽ മതി. അപ്പൊ അതെനിക്കൊരു നല്ല മെത്തഡായിട്ട് തോന്നി. പിന്നെ ഇങ്ങനെ പല പല ഫേസ് ആയിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് നമുക്കത് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരുന്നു. ബട്ട് ഓൾവേസ് ഇപ്പോഴും ബിബിന്റെ ഒരു ചെറിയ സാധനം വേണമായിരുന്നു. അതാണ് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത്. എനിക്കൊന്ന് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു. ഇപ്പോൾ സഞ്ജു റിലീസായതിനു ശേഷം നജീം കെക്ക് ഒരു താങ്ക് യു നോട്ട് എഴുതിയിട്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ. പുള്ളിയായിട്ട് ഒരു 12 വർഷത്തെ ബന്ധമുണ്ടെന്ന് പറഞ്ഞു. അപ്പം എപ്പോഴാണ് പുള്ളി ആദ്യം കാണുന്നതും എങ്ങനെയാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഇവോൾവ് ആയി വരുന്നതും എങ്ങനെയാണ് സഞ്ജു നജീം കെ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ്?
നജീമിക്ക ഞാൻ പരിചയപ്പെടുന്ന എൻ്റെ ഫസ്റ്റ് ഡയറക്ടർ ഗിരീഷേട്ടൻ പോവാ. നീക്കോ നാച്ച ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പൊ ഗിരീഷേട്ടൻ്റെ ഭയങ്കര അടുത്ത ഫ്രണ്ടാണ് നജീമിക്ക. അപ്പൊ ആ അടുപ്പമാണ്. ആ അടുപ്പത്തിൽ അന്ന് പരിചയപ്പെട്ടു. പിന്നെ നമ്മൾ അങ്ങനെ എപ്പോഴും കാണുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നീട് ഞാൻ രണ്ടാമതൊരിക്കൽ കാണുന്ന നജീമിക്കയുടെ വാപ്പ എനിക്കൊന്ന് ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ഞാൻ വേറെ ആരുടെയോ കൂടെ, അപ്പൊ ആരോ ദിനേശ് ചേട്ടനായിരുന്നു. ദിനേശ് ചേട്ടൻ പറഞ്ഞിങ്ങനെ നജീമിന്റെ ഫാദർ ഇങ്ങനെ ഹോസ്പിറ്റലാണ്, ഞാൻ ഒന്ന് കാണാൻ പോകാം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയാം പുള്ളിയെ, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പോയി. അതിനുശേഷം ഞാൻ എവിടെയോ വല്ല പ്രിവ്യൂനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വഴിയിലൊക്കെ വെച്ചിട്ട് കണ്ട് തിയേറ്ററിലൊക്കെ വെച്ച് കണ്ടിട്ടുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കെങ്കിലും എപ്പോഴെങ്കിലും ഒരു സംസാരമോ കാണുമ്പോഴാണെങ്കിലും ആ ഒരു എന്താണ് ആ ഒരു സ്നേഹം, നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരോട് പരിചയപ്പെട്ട് അതെങ്ങനെ തുടർന്ന് പോകുമല്ലോ. പ്രത്യേകിച്ച് നമ്മൾ എന്നും കാണണമെന്നോ അല്ലെങ്കിൽ എപ്പോഴും സംസാരിക്കണമെന്നോ അല്ല. അതിന് ശേഷം നജീമൊക്കെ എപ്പോഴും കാണുമ്പോൾ എടാ നമുക്കൊരു പരിപാടി ചെയ്യണം, ഞാൻ വിളിക്കും, നീ നമുക്ക് ചെയ്യാം എന്നൊക്കെ അത് ഇങ്ങനെ തുടർന്ന് പോകും. അത് പക്ഷെ അത് ഈ സമയമായപ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റ് സമയമായപ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് സംഭവിച്ചു എന്നുള്ളതാണ്. അതിനു മുമ്പും ഇതിന്റെ കഥ പറയുന്നതിന് കുറച്ച് ദിവസം മുമ്പാണ് ഞങ്ങൾ വഴി വെച്ച് കാണുകയും എനിക്ക് പുരുഷപ്രയത്നത്തിന് ഷൂട്ട് നടക്കാൻ തോന്നുന്നു. അപ്പൊ ആ സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞടാ ഒരു പരിപാടി ഞാൻ നിന്നോട് പറയാം, ഞാൻ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ചു കുറെ അതൊക്കെ അതിലൊരു എക്സ്പെക്ടേഷൻ ഒന്നും വെക്കണ്ട, നടന്നാണെന്ന് എന്നുള്ള സംഭവത്തിലായിരുന്നു. പക്ഷെ അതിങ്ങനെ സംഭവിച്ചു. ഇപ്പൊ പറയുമ്പോൾ നമ്മളാണെങ്കിലും എത്ര കൊല്ലമായിട്ടുള്ള അപ്പം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ആരെയും നമ്മള് വെറുതെ ഒന്നും പരിചയപ്പെടുന്നതല്ല. അപ്പൊ പക്ഷെ അതിന് അതിൻ്റെതായ സമയമുണ്ട്. ഇപ്പം നശീമിക ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ ഇപ്പൊ വെബ് സീരീസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല. അതൊന്നും ഇല്ലാത്ത സമയത്ത് പരിചയപ്പെട്ടിട്ട് ഒരു വെബ് സീരീസ് ആണ് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പൊ അത് എത്രയോ കാലം സമയമെടുത്തു. ഞാൻ എത്രയോ 10-35ഓളം സിനിമകൾ വർക്ക് ചെയ്തു. അതിനുശേഷമാണ് അതിലേക്ക് വരുന്നത്. നജീമിക്ക് ഇതിനു മുമ്പ് പടം എഴുതി ഡയറക്റ്റ് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അതിലേക്ക് വരുന്നത്. അപ്പം അതിൻ്റെതായ ഒരു സമയമുണ്ട്. പക്ഷെ നമ്മൾ ആരെയും വെറുതെ പരിചയപ്പെടുന്നതല്ല. ഓരോ ബന്ധവും നമുക്ക് വളരെ പിന്നെ ഞാൻ ഇതിനകത്ത് ഈ ബന്ധങ്ങൾ, സിനിമയിലെ ബന്ധങ്ങൾ ഞാൻ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് കാണുന്നില്ല. എനിക്കൊന്ന് പ്രൊഫഷണൽ ആയിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു മേഖലയിൽ അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന്. കാരണം ആ ഒരു മറ്റേയാളുടെ ഉള്ളിൽ എന്താണെന്ന് അറിയണം. അത് ഭയങ്കര പേഴ്സണലാണ്. ഓരോരുത്തരുടെയും ഒരു കഥാപാത്രത്തെ അല്ലെങ്കിൽ അവർ സിനിമയെ കാണുന്ന രീതിയൊക്കെ ഭയങ്കര ഡിഫറെന്റ്. അതെല്ലാം ഭയങ്കര പേഴ്സണലാണ്. അപ്പൊ നമ്മൾ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് വർക്ക് ആവും. അതൊരു സൗഹൃദവും ആ ഒരു ബന്ധത്തിൽ നിന്ന് ഇവോൾവ് ആയി വരുന്നതാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ കാണുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു അന്നത്തെ ആ ഒരു ബന്ധം അത് തുടർന്ന് ഇവിടേക്ക് വന്നത് നമ്മളോട് വലിയ സ്നേഹമാണ് അദ്ദേഹത്തിന്. നമ്മളെപ്പോഴും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള സുഹൃത്തുക്കളെ കിട്ടാൻ ഭയങ്കര ഭാഗ്യമാണ്. അങ്ങനെ സംഭവിച്ചു. അതേപോലെ ഇപ്പം ഇതില് നീന ഗുപ്ത വലിയൊരു എഡീഷനാണ് ഈ വെബ് സീരീസിന്റെ കാസ്റ്റിൽ. പക്ഷെ അധികം ആർക്കും പുള്ളിക്കാരിയായിട്ട് സ്ക്രീൻ സ്പേസ് ഇല്ല. സഞ്ജുവിനാണ് ഏറ്റവും കൂടുതലുള്ളത്. പുള്ളിക്കാരി വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ ചെയ്തപ്പോൾ കന്യാസ്ത്രീയൊക്കെ ആയിട്ട് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള, വളരെ ശാന്തമായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടായിരുന്നു വന്നത്. ഇതിൽ വളരെ ദുരൂഹമായിട്ടുള്ളൊരു, വളരെ നമുക്ക് കൂടുതൽ പറയാൻ പറ്റില്ല, പക്ഷേ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. വിപിനെ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ പുള്ളിക്കാരിയായിട്ടുള്ളൊരു വർക്കിംഗ് എക്സ്പീരിയൻസ്. അഗൈൻ പുള്ളിക്കാരിക്കും ഒരു വലിയ ലോങ് ഗ്യാപ്പിന് ശേഷമാണ് ഹിന്ദിയിലും പുള്ളിക്കാരി ബദായിഹോ ഒക്കെ ചെയ്ത് വീണ്ടും തിരിച്ചു വരികയും ഇപ്പോൾ മെയിൻ സ്ട്രീമിലാവുകയൊക്കെ ചെയ്തു. അപ്പോൾ പുള്ളിക്കാരി മലയാളത്തിലേക്ക് വന്നപ്പോഴും കൂടെ വർക്ക് ചെയ്തപ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? എനിക്കൊന്നൊരു ഐക്കോണിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. കാരണം അവരുടെ കരിയർ ഗ്രാഫ് ആണെങ്കിലും ലൈഫ് ആണെങ്കിലും ഇത് ഭയങ്കര, കാരണം എന്താ പറയാ, നമ്മള് ഒരു ഫെമിനിസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ല, ഒരു ശക്തിയുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് സൊസൈറ്റിയെ ഫേസ് ചെയ്യുന്ന, സൊസൈറ്റിയിലെ പല പ്രശ്നങ്ങളെയും ഫേസ് ചെയ്യുന്ന, അത് വളരെ പീസ്ഫുള്ളി പീസ്ഫുള്ളി റെബൽ ഒരു വ്യക്തിയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവര് ഫേസ് ചെയ്ത കാര്യങ്ങൾ ആ സമയത്ത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. അതായത് നമ്മള് സൊസൈറ്റിയിൽ നിന്ന് ഔട്ടാണ്, നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് പുറത്താണ്. ആ ഒരു സമയത്ത് അവർ പിടിച്ചു നിന്നത് സിനിമയിലാണ്. സിനിമയിൽ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ എങ്ങനെ പുറത്താക്കണമെന്ന് നോക്കിയിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ. എങ്ങനെ നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തു പോകും. അപ്പൊ നമ്മൾ നല്ലതുണ്ടെങ്കിലും മറ്റൊരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. അപ്പൊ അതിലവർ ഇത്രയും നാള് സർവൈവ് ചെയ്ത് ആ ഒരു ഫൈറ്റ് ചെയ്ത് സിനിമ കഴിക്കുന്ന 2018 തോന്നുന്നു ബദായിഹോ സംഭവിക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് അവര് ഭയങ്കര ചേഞ്ചാണ്. അപ്പം ഞാൻ എപ്പോഴും പറയുമ്പോൾ പുള്ളിക്കാരോട് പറഞ്ഞിട്ടുള്ള കാര്യം, മാം നിങ്ങളുടെ കൂടെ അന്ന് നിങ്ങൾ യങ് ആയിരുന്ന സമയത്ത് നിങ്ങൾക്ക് അന്ന് ഡിസേർവ് ചെയ്യുന്ന പോലത്തെ കൈൻഡ് ഓഫ് റോൾസോ നായിക കഥാപാത്രങ്ങളോ ഒന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ നിങ്ങളോട് അന്ന് അങ്ങനെ ഭയങ്കര
ഇതായിട്ടുള്ള അങ്ങനെ റോള് കിട്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ ഇന്ന് പഴയ ആക്ടേഴ്സാണ്. ഒരു പഴയ ഉഗ്രൻ നടിയാണ്, പഴയ ഗംഭീര ആർട്ടിസ്റ്റാണ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഇപ്പോഴാണ് നിങ്ങൾ ഗംഭീര ആർട്ടിസ്റ്റ്. അപ്പോൾ നമ്മൾ പഴയ കാര്യം ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം ഈ വർഷമാണ് അവർക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നത്. അത് ഭയങ്കര ബ്ലെസ്ഡ് ആണ്. പക്ഷെ ഭയങ്കര രസമാണ്, ഭയങ്കര ഈസി ആയിട്ടാണ് അവർ ലൈഫിനെ പറ്റി സംസാരിക്കുന്നതും അവരോട് ഇന്ററാക്ട് ചെയ്യുന്നത്. നമുക്ക് തോന്നുന്നു ലൈഫ് ഭയങ്കര സിമ്പിൾ ആണെന്ന് തോന്നുന്നു. ഭയങ്കര രസമായിരുന്നു അവിടെ വർക്ക് ചെയ്യാനാണെങ്കിലും. നമ്മൾ ഒരു കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണെങ്കിലും ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ്, ഭയങ്കര ക്ലിയർ ആണ് അവിടെ സംസാരിക്കുമ്പോഴൊക്കെ. സോ അത് നമുക്ക് ഭയങ്കരമായിട്ട് വർക്കായി. അവരും എനിക്കൊന്ന് മലയാളത്തിൽ വരുമ്പോൾ ഇത് ആദ്യം തുടങ്ങിയ സമയത്തൊന്നും എനിക്ക് തോന്നുന്നില്ല ഇത്രയും നന്നായി വരും എന്ന് അവരും പ്രതീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു 2-3 ദിവസം ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരു ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവും. നമ്മൾ മലയാളത്തിലെ വർക്ക് അത്രയും ക്വാളിറ്റി ആണെന്നുള്ള ഒരു സാധനത്തിലേക്ക് അവർക്ക് ഒരു കൺവിക്ഷൻ വരുന്നത്. നജീം കടത്ത് ചോദിച്ചിരുന്നു വൈ നീന ഗുപ്ത എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരുന്നു. എന്തുകൊണ്ടാണ് അവർ, ഇപ്പോൾ നമ്മൾ യൂഷ്വലി മലയാളത്തിലൊരു സിനാരിയോയിൽ പുള്ളിക്കാരിയെ അങ്ങനെ പെട്ടെന്ന് ആദ്യത്തെ തോട്ടിൽ വരില്ലല്ലോ, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു? അത് ഞാൻ ചോദിച്ചിരുന്നു. കാരണം ഇടയ്ക്ക് ഡേറ്റിന് ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ ഒരു ഇപ്പം എന്ത് ചെയ്യും, ഇപ്പം ഞാൻ ചോദിച്ചു നജീബ് അപ്പം അവരില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അവരില്ലെങ്കിൽ ശരിയാവില്ല, ഇല്ലെങ്കിൽ ശരിയാവില്ല. കാരണം നജീബിക്കയുടെ മനസ്സിൽ നജീബിക്ക പിന്നീട് പറഞ്ഞു, അത് നജീബിക്കയുടെ മനസ്സിൽ 2 പേരായിരുന്നു. അതൊന്ന് ഈതർ രേഖ അല്ലെങ്കിൽ നീന ഗുപ്ത. അപ്പോൾ അങ്ങനെയായിരുന്നു. കാരണം പുള്ളി എന്നിട്ട് പറയുകയും ചെയ്തു മലയാളത്തിൽ നല്ല നടിമാരിലായിട്ടല്ല, ഗംഭീര ആർട്ടിസ്റ്റുകളിലൂടെ ഉണ്ട്. പക്ഷെ നജീബിക്കയ്ക്ക് വേണ്ടിയിരുന്ന ഒരു അങ്ങനെ ഒരു ഐക്കൺ ഒരാൾ വരണമായിരുന്നു. അവർ വന്നിട്ട് അത് ചെയ്യുമ്പോൾ ആൾക്കാർ ഭയങ്കര ഫ്രഷ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യണം. എന്നാലും അവർക്ക് പരിചിതമായിട്ട് ഒരാളാണ്, ഒരു നാഷണൽ അപ്പീലുള്ള ഒരു ആക്ടറാണ്. അപ്പൊ ഇതെല്ലാം അദ്ദേഹത്തിന് വേണം. അതെല്ലാം ഒത്തു വന്നത് ഇവർ വന്നപ്പോഴാണ്. അതുകൊണ്ടാണ് എനിക്കൊന്ന് മീനാജിക്ക് വളരെ കുറച്ചേ ഉള്ളൂ സ്ക്രീൻ സ്പേസ്. പക്ഷെ ആ സമയം കൊണ്ട് അവര് ഇത്രയും കാര്യങ്ങൾ ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ആക്ടർ വരുമ്പോഴാണ്. ആൻഡ് ഭയങ്കര സട്ടിലാണ് നമ്മളെ അതിനകത്തുള്ള പല ഇമോഷൻസും പ്ലേ ചെയ്യുന്നത് ഭയങ്കര സട്ടിലായിട്ടാണ്. അത് ഭയങ്കര പ്ലസ് ആയിരുന്നു ഈ സീരീസിൽ അവർ വന്നത്. അതേപോലെ ഇപ്പം വെബ് സീരീസ് ചെയ്യുമ്പോൾ ഇപ്പം നേരത്തെ സഞ്ജുവിനെ പറ്റി സൂചിപ്പിച്ചു, കുറെ കൂടെ നമുക്കൊരു ഫ്രീഡവും ഒരു സ്പേസും കിട്ടുകയാണല്ലോ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ. മറ്റേ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു 8 മിനിറ്റോ 10 മിനിറ്റിലോ ചുരുങ്ങി പോകുന്ന സീനുകളൊക്കെ നമുക്ക് ഒരു എപ്പിസോഡൊക്കെ ആയിട്ട് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് അതിൽ അപ്രോച്ച് മാറാറുണ്ടോ, അതോ നിങ്ങൾക്ക് കിട്ടുന്ന മെറ്റീരിയലിൻ്റെ വ്യത്യാസമുണ്ടോ? ഈ ഒരു സ്പേസ് കൂടുതൽ കിട്ടുമ്പോൾ എന്താണ് സിനിമയിൽ നിന്ന് വ്യത്യാസമായിട്ട് എന്തെങ്കിലും പെർട്ടിക്കുലറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ, അതോ അതേ അപ്രോച്ച് തന്നെയാണ്? അപ്രോച്ച് എപ്പോഴും ഞാൻ സിനിമയും സീരീസിനെയും വേർതിരിച്ച് കാണുന്നില്ല. അത് ഞാൻ ബിലീവ് ചെയ്യുന്നത് നല്ല കോണ്ടന്റും മോശം കോണ്ടന്റും എന്നുള്ള സംഭവമേ ഉള്ളൂ. അത് എത്രത്തോളം പക്കായിട്ട് ഡിഫൈൻഡ് ആണെന്നുള്ളതാണ്. അപ്പം ഇതിനകത്തുള്ളൊരു അഡ്വാൻറ്റേജ് സീരീസിലേക്ക് നമുക്കൊരാളെ ഇപ്പം വിവേക് ഒരു റൈറ്റർ ആയതുകൊണ്ട് വിവേകിന് അറിയാം, നിങ്ങൾക്ക് സമയം എടുത്തൊരു സാധനം പറയാൻ പറ്റും. ഞാൻ നിങ്ങളോട് പറയണ 2 മിനിറ്റ് കൊണ്ട് കഥ പറഞ്ഞിട്ട് 3 പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയുന്നറിയാതെ നിങ്ങളിന്ന് തപ്പും. പക്ഷെ അതേസമയം ഞാൻ നിങ്ങൾക്ക് സമയം തരുവാണ്, നിങ്ങൾക്ക് എന്താണ് അത് ഉദ്ദേശിക്കുന്നത് ആ മൂഡിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലോകത്തേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. സെയിം തിങ് ആക്ടേഴ്സിനും അതുപോലെ തന്നെ നമുക്കൊരു സമയം കിട്ടുമ്പോൾ ഈ സമയം നിങ്ങൾ ഞങ്ങൾക്ക് തരും. നമ്മൾ ആ സമയത്തിൽ നമുക്ക് വർക്ക് ചെയ്ത് ആ ഒരു സമയമുണ്ട്. അപ്പം നമുക്കൊരു ഒരു ഒരു നോട്ടമാണെങ്കിൽ അത് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ പല കാര്യങ്ങൾ നമ്മൾ ആ ഡീറ്റെയിലിങ്ങിൽ ഇയാളുടെ മാനറിസത്തിൽ വർക്ക് ചെയ്യാൻ പറ്റും. കാരണം അയാളുടെ മാനറിസം എല്ലാ സിനിമയിൽ വരും. ഇപ്പൊ പലപ്പോഴും നമ്മളിപ്പം കഥാപാത്രങ്ങൾ ഇപ്പം പറയുമ്പോൾ ഈ ഒരുപാട് കഥാപാത്രത്തെ പറ്റി പറയുകയും കഥാപാത്രത്തിന്റെ ചേഷ്ടകളും കാര്യങ്ങളും എല്ലാം പറയും. അതിന്റെ അയാളുടെ ഒരു പൂർവ്വകാലം എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തു. അയാൾ ഇങ്ങനെയായിരുന്നു, അയാൾ ഇന്ന സ്കൂളിൽ പഠിച്ചായിരിക്കും, ഇന്നതായിരിക്കും, അയാളുടെ അച്ഛനും അമ്മ ഇങ്ങനെയായിരുന്നായിരിക്കും, ഇതെല്ലാം പറയുമെങ്കിലും ഇതൊന്നും അവിടെ വരില്ല, ഒന്നും സിനിമയിലില്ല. പക്ഷെ നമ്മുടെ ഇതാണ് അയാളുടെ ഇത്. പക്ഷെ അങ്ങനെയല്ല, അതിനൊരു വലിയ ശതമാനം അതിനകത്ത് ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി കൺവിൻസിങ് ആണ്. അപ്പൊ അത് കുറച്ചുകൂടി നമുക്ക് വർക്ക് ചെയ്യാൻ കുറച്ചുകൂടി സുഖമാണ്. നമുക്ക് ഒരു കണ്ടിന്യൂറ്റി കിട്ടും. അപ്പം കുറച്ചുകൂടി ഈസി ആയിരിക്കാം ചിലപ്പോൾ വർക്ക് ചെയ്യാൻ. സിനിമയിൽ ചിലപ്പോൾ അത്രയും ഇതില്ലാത്തതും ഡീറ്റെയിലിംഗ് ഇല്ലാത്തതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ സീരീസിനകത്ത് ആൾക്കാർ പറയുന്നത് മിക്കവാറും സീരീസുകൾ ഇച്ചിരി സ്ലോ ആയിട്ട് പോകുമ്പോഴും ആൾക്കാരെ കൂടുതൽ ഉള്ളിലേക്ക് കയറുന്നു. മറ്റേ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു വന്നു. കാരണം ഈ 2 മണിക്കൂറിൽ നമുക്ക് ചിന്തിക്കാനുള്ള സമയം കൊടുക്കാതെ കൊണ്ടുപോകാന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോയിട്ടൊക്കെ അല്ലെങ്കിൽ അയ്യോ അതവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അത് നമ്മുടെ വിഷയമില്ല. ഈ 2 മണിക്കൂറിനെ നിങ്ങളെ എൻജോയ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോകാന്നുള്ളതാണ്. ഇതിന് പിന്നെ ആൾക്കാർക്ക് അവരുടെ പേസിൽ കാണാനുള്ള ഒരു സൗകര്യവും എല്ലാം ഉണ്ട്. അപ്പൊ അതിൽ കുറച്ചുകൂടി എനിക്ക് ഒന്ന് എൻജോയ് ചെയ്ത്, എസ്പെഷ്യലി സിനിമ അങ്ങനെ ഒരു ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മീഡിയം ആണെന്ന് തോന്നുന്നു.
ആൻഡ് അങ്ങനത്തെ എസ്പെഷ്യലി ഇതിനകത്ത് കോണ്ടന്റ് ആണ് മെയിൻ. കോണ്ടന്റ് ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 5 മിനിറ്റിൽ നിങ്ങൾക്ക് മാറിപ്പോകാനുള്ള, മറ്റേടത്ത് പിന്നെ ഞാൻ 150 രൂപ 200 രൂപ കൊടുക്കുകയും ചെയ്തു, ഇനിയിപ്പോൾ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. ഇതിനകത്ത് ആ പ്രശ്നമില്ല, നമുക്ക് എപ്പോഴെങ്കിലും മാറ്റാം. കാരണം നമ്മൾ ഈ പ്രോബ്ലം ഓഫ് പ്ലെന്റി എന്ന് പറയുന്ന ഒരു പ്രശ്നം നമുക്ക് കിടക്കുന്നുണ്ട്. നമ്മളൊരു TV ഓൺ ചെയ്ത് നമ്മൾ ഒരു അരമണിക്കൂർ എടുക്കും ചിലപ്പോൾ ഏത് കാണണം എന്നുള്ളത്. അപ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് അടുത്ത പരിപാടി നമ്മൾ പോകേണ്ടി വരും. സോ അത്രയും കോണ്ടന്റ് ഉള്ള സമയത്ത് നമ്മൾ അത്രയും എൻഗേജിങ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അത് എനിക്ക് തോന്നുന്നു എല്ലാ മേഖലയിലുള്ളവർക്കും ഭയങ്കര അഡ്വാൻറ്റേജ് ഉള്ള ഒരു സംഭവമാണെന്ന് തോന്നുന്നത് ഈ സീരീസ് വരുമ്പോൾ. കാരണം ഇപ്പം സിനിമാറ്റോഗ്രാഫർ ആണെങ്കിലും അല്ലെങ്കിൽ ആർട്ട് ആണെങ്കിലും എല്ലായിടത്തും ആ ഡീറ്റെയിലിംഗ് വേണം. സോ എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ് ആ ഒരു മേഖല. ഇപ്പോൾ സഞ്ജു ഇപ്പം തുടങ്ങിയിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു 11-12 years ആയി സിനിമയിൽ വന്നിട്ട്. ഇപ്പോൾ നീക്കോ ഞാച്ച കഴിഞ്ഞു, അത് കഴിഞ്ഞ് 1983 വളരെ നല്ലൊരു വേഷം ചെയ്തു. അത് കഴിഞ്ഞിട്ടൊരു പീരീഡ് ഉണ്ടായിരുന്നല്ലോ, ഒരു കുറച്ച് സിനിമകൾ ചെയ്തു, പക്ഷെ അത്ര അധികം ശ്രദ്ധിക്കപ്പെടാത്ത വേഷങ്ങളായിരുന്നു. ലീഡ് റോൾസ് ചെയ്തിട്ടുണ്ട്, അത് സിനിമകൾ അത്ര വിജയിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഫേസ് അത് കഴിഞ്ഞ് ഇവിടെ വരെ എത്തുന്ന, ഇപ്പോൾ റോഷാക്കും അല്ലെങ്കിൽ 1000 ബേബീസും ഒക്കെ എത്തുന്ന ഒരു ഫേസ് വരെയുള്ളൊരു പീരീഡ് എങ്ങനെയായിരുന്നു? ഹൗ ഡിഡ് ഇറ്റ് ഗോ? ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് എന്ന് തന്നെ പറയണോ, അതോ എങ്ങനെയായിരുന്നു? ഹൗ ഡിഡ് യു ടേക്ക് ഇറ്റ്? സ്ട്രഗ്ലിംഗ് പീരീഡ് തന്നെയാണ്. സ്ട്രഗ്ലിംഗ് പീരീഡിനെ പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്കൊരു ലേണിംഗ് പീരീഡ് എന്ന് വേണേൽ പറയാം. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ആ സ്ട്രഗ്ലിംഗ് പീരീഡിലാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സിനിമയിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്ന് നമ്മൾ പറയും. എനിക്ക് എക്സ്പീരിയൻസ് വേണം എന്ന് പറയും. ആ എക്സ്പീരിയൻസ് സിനിമ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പക്ഷെ ആ എക്സ്പീരിയൻസ് നമുക്ക് സിനിമ ഇല്ലെങ്കിൽ ജീവിതം നമ്മളെ പഠിപ്പിക്കും. അപ്പം എന്തായാലും നമ്മൾ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. കാരണം നമ്മൾ സിനിമയിലാണെങ്കിലും കൂടുതൽ സമയം നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത് സന്തോഷമായിരിക്കില്ല, ബുദ്ധിമുട്ടുകളായിരിക്കും. ക്ലൈമാക്സിൽ കുറച്ച് സന്തോഷം കാണും, തുടക്കം കുറച്ച് സന്തോഷം കാണും, കോൺഫ്ലിക്റ്റ് ആണ് കൂടുതലും. ഇത് നമുക്ക് ജീവിതത്തിൽ ആവശ്യത്തിലേറെ കിട്ടും. അപ്പം നമ്മളിത് ഈ ഒരു പ്രോസസ്സിൽ പഠിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ സിനിമയിൽ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സിനിമയാണ് ഏതൊരാളുടെയും ഏറ്റവും എളുപ്പമുള്ള കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നീടുള്ള സിനിമയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ ഞാൻ വന്ന സമയത്തെന്ന് വെച്ചെങ്കിൽ എനിക്ക് അന്ന് ഒരു സിനിമയിൽ വന്ന് ഒരു പുതിയ ആൾക്കാർ വരിക എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു. പക്ഷെ മലയാള സിനിമയിൽ നിന്ന് ഓപ്പൺ ആയ സമയത്ത് ഋതു സംഭവിച്ചു, അതിനുശേഷം ആണ് ഈ നീക്കോ ഞാച്ച സംഭവിക്കുക. അപ്പോൾ ആ സമയത്തൊക്കെ പിന്നീട് ഒരുപാട് പേര് വരാൻ തുടങ്ങിയ ഒരു സമയമായിരുന്നു. അന്ന് എന്ന് വെച്ചാൽ ഭയങ്കര അതിന് മുമ്പത്തെ അഭിനയവും തമ്മിൽ കുറെ വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മൾ അന്ന് അതെന്ന് വെച്ചാൽ ഒരു ആക്ടിങ് നാച്ചുറലി എന്ന് പറയുന്നൊരു പ്രോസസ് ആയിരിക്കാം അതിന് മുമ്പ് ഫോളോ ചെയ്തിരുന്നത്. നമ്മൾ അഭിനയിക്കുകയും പക്ഷെ അത് വളരെ സ്വാഭാവികമായിട്ട് പോവുകയും, പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ അത് നാച്ചുറലി ആക്ടിങ് എന്ന് പറയുന്നൊരു പ്രോസസ്സിലേക്ക് പോവുകയും, അപ്പം ഈ ഒരു ഡ്രാമ എന്ന് പറയുന്ന സംഭവം ഇല്ലാതാവുകയും റിയലിസ്റ്റിക് എന്ന് പറയുന്നൊരു സാധനത്തിലേക്ക് പോവുകയും. പക്ഷെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു സാധനം ഈ ഡ്രാമ പ്ലേ ചെയ്യുന്നതാണ് ഏറ്റവും ടഫ്. അത് ഈ ആക്ടിങ് നാച്ചുറലി ആണ് ഏറ്റവും ഭയങ്കര അത് രസമായിട്ട് അത് രണ്ടും ബ്ലെൻഡ് ആയിട്ട് ഇങ്ങനെ പോകണം. അപ്പോ ഡ്രാമ പ്ലേ ചെയ്യാൻ പറ്റിയാൽ ഇതും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് മാത്രം ചെയ്താൽ ചിലപ്പോൾ അത് പറ്റിക്കൊള്ളുന്നില്ല. അപ്പം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ പത്രപ്രവർത്തകനായിട്ട് അഭിനയിക്കുമ്പോൾ പത്രപ്രവർത്തകനെ തന്നെ വിളിക്കേണ്ടി വരും എന്ന് പറയുന്ന സാഹചര്യം വരും. പക്ഷെ അങ്ങനത്തെ കുറെ വ്യത്യാസം ഈ സിനിമയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് ഞാൻ വന്ന സമയം മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ആ ഒരു ഈ ക്രൈസിസ് സമയം മാനേജ് ചെയ്യലായിരുന്നു എൻ്റെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആ സമയത്ത് നമ്മൾ അനുഭവിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നമ്മൾ മാനസികമായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന പല സംഘർഷങ്ങളും അതൊന്നും നമുക്ക് വേറൊരു മേഖലയിൽ നിൽക്കുന്ന ഒരാളെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പുറത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങളെയാണ് ഏറ്റവും സന്തോഷവാനാണ്. നിങ്ങൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ സമയങ്ങളിലൊക്കെ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ പുറത്തുനിന്ന് ഏതൊരാളും നമ്മുടെ വണ്ടിയിലേക്ക് നോക്കുമ്പോൾ നമ്മളെ കാണുമ്പോൾ അവരുടെ മുഖത്തെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്തൊരു വലിയൊരു ഭാഗ്യവാനാ പോകുന്ന തരത്തിലാണ് അവർ നോക്കുന്നത്. ഇതിനുള്ളിൽ ഇരിക്കുന്നത് നമുക്കേ അറിയുള്ളൂ നമ്മളുടെ ഉള്ളിൽ എന്തൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ അത് ഭയങ്കര ചാലഞ്ചായിരുന്നു. അത് ആ ഒരു സമയം ഫേസ് ചെയ്യുക ആൻഡ് അത് ഫേസ് ചെയ്യുന്നതിൻ്റെ എൻ്റെ ഒരു ട്രിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അനുഭവിക്കുക എന്നുള്ളത് തന്നെയാണ്. ജസ്റ്റ് കൺസ്യൂം ദ പെയിൻ എന്നുള്ളത് മാത്രമാണ്. അപ്പം ആ പ്രോസസ്സിൽ കൂടി കടന്നുപോയി ഒരുപാട് ബെറ്റർമെന്റ് അല്ലെങ്കിൽ റിഫൈൻമെന്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആ സമയത്തായിരിക്കും നമ്മൾ ഇനി എന്ത് ചെയ്താലാണ് അത് ശരിയാവുന്നത് എന്നുള്ളത് നോക്കുന്നത്. അപ്പം നമ്മൾ ഒരു പരിധി വരെ നമ്മൾ അഭിനയത്തിലും നമ്മൾ വർക്ക് ചെയ്യുകയും നമ്മൾ സിനിമയെ ഒരു മെറ്റീരിയലായിട്ട് ഒരു സ്റ്റഡി മെറ്റീരിയലായിട്ട് കാണാൻ തുടങ്ങും. അങ്ങനെ പല കാര്യങ്ങളും മാറ്റം വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ പുറത്തുനിന്ന് പലതരത്തിലുള്ള സഹായവും നമുക്കുണ്ടാവും. അപ്പം നമ്മളെ വഴി കാട്ടുന്ന പല ആൾക്കാരും ഉണ്ടായി. ഇപ്പം എനിക്കങ്ങനെ
തോന്നിയിട്ടുള്ളത് ഇപ്പം കുളൂർ മാഷ് എനിക്ക് ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. വർക്ക്ഷോപ്പായിട്ട് പോയതാണോ അല്ലാണ്ട്? മാഷായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് ഞാൻ ഫ്ലവേഴ്സിലൊരു ഷോ ഇടയ്ക്ക് ചെയ്തിരുന്നു. അപ്പൊ അന്ന് ആ ഷോയുടെ അവിടുത്തെ കണ്ടസ്റ്റൻസിനെ ഗ്രൂം ചെയ്യാൻ വന്നത് മാഷാണ്. അപ്പൊ ഞാൻ മാഷോട്ട് ഇടയ്ക്ക് സംസാരിക്കുമായിരുന്നു. ഈ സംസാരത്തിൽ നിന്ന് എനിക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ മാഷ് പറയുന്നതിൽ നിന്നും നമ്മുടെ ഔട്ട്ലുക്ക് ചെറിയ ചെറിയ മാറ്റം ഉണ്ടാവുകയും അങ്ങനെ ഒരിക്കൽ മാഷെ ഞാൻ വിളിച്ച മാഷ് ഇവിടെ എറണാകുളത്തുണ്ട്, ഏതോ വേറൊരു സിനിമയുടെ വർക്ക്ഷോപ്പ് നടക്കുകയാണ്. ഞാൻ പറഞ്ഞു മാഷെ ഒന്ന് വന്നോട്ടെ, ഞാൻ ഒരു ദിവസം വന്നോട്ടെ എന്ന് ചോദിച്ചു. ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഞാനും ഉണ്ടായിരുന്നു മറ്റേ നിർണായകത്തിന്റെ ആണെന്ന് തോന്നുന്നു. അല്ലല്ല, നിർണായകല്ല, അത് എനിക്കൊന്ന് ചെമ്പരത്തിപ്പൂ, അത് ആദിലായിരുന്നു. അതെ, ആദിലായിരിക്കും. അപ്പം അതിന്റെ ഞാൻ ഒരു ദിവസം പോയി അറ്റൻഡ്. എനിക്കത് പക്ഷെ ഭയങ്കര ചേഞ്ച് ഉണ്ടാക്കി എൻ്റെ ലൈഫ്. ആ ഒരു ദിവസം കൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും അദ്ദേഹം അവിടെ ചെയ്ത കാര്യങ്ങളും എൻ്റെ ഇൻക്യൂഷൻ ഒരുപാട് മാറി. ഞാൻ അതിനുശേഷം ഒരു തെലുങ്ക് പടം ചെയ്യാൻ പോകും. എനിക്ക് ആ പോകാനുള്ള ധൈര്യം കിട്ടിയത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു സ്ഥാനത്ത് നിന്ന്. ആൻഡ് അദ്ദേഹം ആ സമയത്ത് ഈ മറ്റ് നമ്മുടെ ഓൺലൈൻ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ പറ്റി പറയുന്നു. മൈക്കിൾ കെയിൻ്റെയൊക്കെ വർക്ക്ഷോപ്സ് ഓൺലൈൻ ഉണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട്, അതൊക്കെ കാണും, അതൊക്കെ അത് ഞാൻ ഭയങ്കര റിലീജിയസ്ലി ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന പോലെ ഞാൻ ലൈക്ക് അത് നോക്കി അതിന്റെ പല കാര്യങ്ങളും നോട്ട് ചെയ്ത് അതൊരു പ്രോസസ്സാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ എന്നെ തന്നെ അത് ഞാൻ എഴുതി വെച്ചും അങ്ങനെയൊക്കെ നമ്മൾ നോക്കി ഓരോരുത്തർക്കും ഓരോ. അതെ, അപ്പൊ ആ രീതിയിൽ നമുക്ക് കുറച്ചുകൂടെ നമ്മൾ പഠിക്കുകയും നമ്മൾ കുറച്ചുകൂടി കൺവിക്ഷൻ വരികയും ചെയ്യും. അതൊക്കെ എന്നെ ഭാവിയിൽ പിന്നീട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്ന് പറയുന്നത് ഇതെല്ലാം ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഞാൻ വിശ്വസിക്കുന്ന അഭിനയം എന്ന് പറയുന്നത് ഒരു 70% കോൺഫിഡൻസും ബാക്കി 30% ടാലന്റിന്റെ പരിപാടി. ഈ കോൺഫിഡൻസ് കൂടുമ്പോൾ ടാലന്റ് പറഞ്ഞാൽ നമുക്ക് പാസ്സായി പോകും. അപ്പോൾ ആ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ നമ്മൾ ഇതെല്ലാം ഹെൽപ്പ് ചെയ്യും. അതെന്നെ ഹെൽപ്പ് ചെയ്ത് കുറെ കൊണ്ടുപോയി നമ്മൾ. പക്ഷെ സിനിമ നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്യും. ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നേക്കുന്നത് എന്നുള്ള ചോദ്യമാണ് സിനിമ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ പൊതുവെ പുറത്തുനിന്ന് ഒരാൾ വരുന്നതെന്ന് വെച്ചാൽ സിനിമയിലൊക്കെ ഭയങ്കര പൈസയാണ് എന്നുള്ള സാധനമാണ്. അപ്പൊ നമ്മുടെ പൈസ എന്ന് പറയുന്ന കാര്യത്തിനെ അതാണോ നിങ്ങളുടെ ഇന്റൻഷൻ എന്ന് ടെസ്റ്റ് ചെയ്യും. നമ്മൾ അവിടെ ഫെയിൽ ആവും. പൈസ ഇല്ല, പൈസയുടെ പരിപാടി ഇല്ല, കിട്ടില്ല എന്നാവും. ഫെയിം ആണോ എന്നുള്ളത് നോക്കും. അപ്പൊ ഫെയിമിന് വേണ്ടിയിട്ടാണ് പലരും സിനിമയിൽ വരുന്നത്. അതും നമുക്ക് ഇല്ലാതെയാവും. അതായത് സിനിമ ഇല്ലാതെ ആയി കഴിഞ്ഞാൽ പിന്നെ ഫെയിം ഇല്ലല്ലോ. പിന്നെ ഈ മറ്റ് അംഗീകാരങ്ങൾ ഇതും ഇല്ല. ഇതെല്ലാം നമ്മളെ ടെസ്റ്റ് ചെയ്യും. അപ്പോഴാണ് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കൃത്യമായ ബോധ്യം വരുന്നത്. ഞാൻ സിനിമയിൽ വന്നത് എനിക്ക് സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ്. ഞാൻ അല്ലെങ്കിൽ എനിക്ക് വേറൊരു ജോലി ഉണ്ടായിരുന്നു, ഞാൻ വേറൊരു കരിയർ ഫോളോ ചെയ്തിരുന്ന ആളാണ്. അതിലെനിക്ക് ഞാൻ സക്സസ്ഫുൾ ആയിരുന്നു, എനിക്ക് അതിലും സക്സസ്ഫുൾ ആവാൻ പറ്റുമായിരുന്നു. പക്ഷെ ഞാൻ സിനിമയുടെ ഇഷ്ടം കൊണ്ടാണ്, ഞാൻ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ പ്രശ്നങ്ങളെല്ലാം വന്നപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോഴും ഞാൻ ഇവിടെ നിന്നത്. ഡ്രൈവിംഗ് ഫോഴ്സ് അത് തന്നെയാണ്, സിനിമയുടെ ഇഷ്ടം തന്നെയാണ്. അപ്പൊ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഒരു ഡയറക്ടർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ സിനിമയിൽ എന്തിനാണ് നിങ്ങൾക്ക് അഭിനയിക്കാനുള്ള ഇഷ്ടം, നിങ്ങൾക്ക് നാടകത്തിൽ അഭിനയിച്ചൂടെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളിൽ ഒരു ഇത്ര കുറേ നാളത്തെ ഒരു 7 വർഷത്തെ സ്ട്രഗിളെങ്കിലും ഞാൻ കാണുന്നുണ്ടെന്ന് ഒരു ഡയറക്ടർ എന്നോട് പറഞ്ഞു. ഞാനതെനിക്ക് ഭയങ്കര, കാരണം നമ്മളതിനുള്ള ഒരാളെ കാണാൻ പോകുന്നു. ഞാൻ എൻ്റെ ജോലിയും കളഞ്ഞ് ഞാൻ 3-4 സിനിമയും ചെയ്തു. ഞാൻ നിക്കോ എന്ന് വെച്ചാൽ 1983 ഉൾപ്പെടെയുള്ള സിനിമകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരാളെ കാണുന്നത്. അപ്പോൾ ഞാൻ അതേപോലെ അങ്ങനെ ഒരാൾ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഡിസ്കറേജ് ചെയ്യുന്നതായിപ്പോയി. ഞാൻ പറഞ്ഞു എനിക്ക് സിനിമ എന്ന മീഡിയമാണ് എന്നെ ഇതിന് ഇൻഫ്ലുവൻസ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നത്, നാടകം എന്ന മീഡിയം അല്ല. അപ്പൊ എനിക്ക് സിനിമയാണ് ഇഷ്ടം. ഞാൻ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ച സിനിമയിലെ പല നടന്മാരെയും കണ്ടിട്ടും സിനിമ കണ്ടിട്ടുമാണ്. അപ്പൊ എനിക്ക് അത് തന്നെയാണ്. അപ്പൊ അത് നിങ്ങളുടെ അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ഡിഫൈൻഡ് അല്ല നിങ്ങളുടെ ഗോൾ. അപ്പൊ അങ്ങനെയൊക്കെ പറയുകയും അപ്പൊ അത് ഭയങ്കരമായിട്ട് നമ്മളെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ പക്ഷെ എന്നെ ഇത് ഡ്രൈവ് ചെയ്ത് സിനിമയോടുള്ള ഇഷ്ടം തന്നെയാണ്. എനിക്ക് സിനിമ എന്നുള്ള പൈസയല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ സമയത്ത് ഇത്രയും ക്രൈസിസ് ഉണ്ടാവില്ല. കാരണം എനിക്ക് അപ്പോഴും ഈ പറയുന്ന പോലെ സിനിമകൾ ഇങ്ങനെ സംഭവിച്ചു, 3 നായകന്മാര് പടം, നിങ്ങൾ ഇങ്ങനെ കോമ്പിനേഷൻ മറ്റേ പടം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടേയിരിക്കും. ആ സമയത്തൊക്കെ ഞാൻ നോ പറയാൻ കാണിച്ച ധൈര്യം എന്ന് പറഞ്ഞാല് അന്ന് പറയുന്നത് മണ്ടത്തരമാണെന്ന്. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നത് അത് നല്ലതായിരുന്നു. അന്ന് പലരും പറയുന്നത് മണ്ടത്തരമാണ്, എനിക്ക് ഇങ്ങനെ ഭയങ്കര ചൂസ് ചെയ്യാൻ നിൽക്കരുത്, കാരണം നിങ്ങൾക്കൊന്നും അങ്ങനെ അതിനുള്ളൊരു ഇതില്ല. നിങ്ങൾക്ക് പുതിയ ആൾക്കാരാണ്, നിങ്ങൾ സിനിമയില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇരിക്കുകയുള്ളൂ. പക്ഷെ അന്നത് ചെയ്തുകൊണ്ട് ഇന്ന് പലരും പറയുന്നത് നിങ്ങളുടെ സിനിമ പൊതുവെ ആ ഗ്രാഫ് വലിയ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ എനിക്ക് വന്നതിൽ ഏറ്റവും നല്ല സിനിമകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ ഒരുപാട് സിനിമകൾ ചെയ്യാതിരുന്നിട്ടുണ്ട്. അതിനകത്ത് എന്റെ ജഡ്ജ്മെന്റ് ശരി എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമകൾ പലതും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ജഡ്ജ്മെന്റ് ഏകദേശം, പക്ഷെ അപ്പോഴും എനിക്ക് വേണേൽ പൈസ കിട്ടുമായിരുന്നു. പക്ഷെ എന്റെ പ്രയോറിറ്റി എപ്പോഴും അതല്ലായിരുന്നു. നമ്മളൊരു വണ്ടർലാൻഡിലാണ്. ഇവിടെ വന്നിട്ട് നമുക്ക് എങ്ങനെ എങ്ങോട്ട് പോകണം,
ഏത് റൂട്ട് എടുക്കണം എന്ന് അറിയില്ല. അപ്പം എനിക്ക് ഞാൻ എത്രയോ വർഷമായിട്ട് നമ്മുടെ സൗഹൃദം, ഞാൻ ഇന്നുവരെ എനിക്ക് നിങ്ങളോട് അങ്ങോട്ട് ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് അത് സൈജു ചോദിക്കും, ഞാൻ സൈജു ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കടം ചോദിക്കുന്നില്ല, ജോലിയാണ് ചോദിക്കുന്നത്. അപ്പൊ അന്ന് മുതലേ നമുക്ക് ഈ എനിക്കൊന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാൾ, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടൊരു ആളെന്ന് പറയുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന ആളാണ്. കാരണം തെലുങ്ക് ഞാൻ ചെയ്യുന്നത് രാജേഷ് ടച്ചറിന്റെ രക്തം എന്ന് പറഞ്ഞ സിനിമയാണ്. അത് കുറച്ചൊരു ഓഫ് ബീറ്റ് കണ്ട സിനിമയായിരുന്നു. കൃഷ്ണൻ ഇടയ്ക്ക് തന്നെ പറയും, ഞാൻ ഈ ഡാർക്ക് പടമൊക്കെ ഞാൻ ചെയ്യുന്നത് പൈസ ഇല്ലാത്തതായിരുന്നു, പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര കമേഴ്ഷ്യൽ പരിപാടിയൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം. പക്ഷെ ഈ 4.5 സംഘം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത വെബ് സീരീസ് എനിക്ക് തോന്നുന്നത് ഇതുവരെയുള്ള സോണിയുടെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടൊരു വെബ് സീരീസ് ആണ്.